ജൂൺ മാസം അടുത്ത ജൂലൈ 16 എന്റെ ഉപ്പച്ചിന്റെയും മെസ്സിന്റെയും 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതായത് സിൽവർ ജൂബിലി അടിച്ചിരിക്കുന്നു. അപ്പൊ ഇതുവരെ ആഘോഷിക്കാത്ത ഓരോ വെഡിങ് ആനിവേഴ്സറി ഇത്തവണ ആഘോഷിക്കണം എന്ന് എനിക്കൊരാഗ്രഹം. അതും നല്ല കിഡ്ലനായിട്ട് എത്ര ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അത്രയും ഗിഫ്റ്റുകൾ കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ആ ഗിഫ്റ്റ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങനെ തോന്നണം, അതുപോലത്തെ ഗിഫ്റ്റ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ഞാൻ പുറത്ത് പോയിട്ടൊരു ഫ്രെയിമോ ഗിഫ്റ്റ് ഹാമ്പറോ ഒക്കെ വാങ്ങിക്കൊണ്ടെന്ന് കൊടുക്കണേനേക്കാൾ ഓൾക്ക് സ്പെഷ്യൽ ആയിരിക്കും ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് കഷ്ടപ്പെട്ട് കുത്തിരുന്ന് ഉണ്ടാക്കി കൊടുക്കണ ഗിഫ്റ്റുകൾ. അതെനിക്ക് എത്ര ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രയും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഒരു 10-15 ദിവസം നമുക്ക് കുറച്ചു നേരം കുത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ച് നല്ല നല്ല ഗിഫ്റ്റുകൾ ഓൾക്ക് വേണ്ടി ഉണ്ടാക്കാം. എന്തിയേ? അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ഒരു ഫ്രെയിമാണ്. അവരുടെ 25 വർഷത്തിന്റെ സ്നേഹം പതിച്ചു വെച്ചൊരു ഫ്രെയിമായിട്ട് തന്നെ കൂട്ടാം. ഞാൻ കുറേ സമയമെടുത്ത് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടാക്കുന്നത് എല്ലാം വളരെ മനോഹരമായിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം വളരെയധികം സമയമെടുത്ത് ക്യാൻവാസ് ഷീറ്റിൽ ആദ്യം പെൻസിൽ വെച്ച് വരച്ച് പിന്നെ പേന കൊണ്ട് അത് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു കളർ അല്ലെങ്കിൽ ഒരു തിളക്കത്തിനായിട്ട് ഞാൻ ഈ ഒരു സിമ്പിൾ കളറായിട്ടുള്ള സ്റ്റോൺ മാത്രമേ വർക്കായിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ടും ലളിതമായിട്ടും എന്ന് കാണാൻ നല്ലൊരു എസ്തെറ്റിക് ലുക്ക് വരുന്ന രീതിക്കാണ് ചെയ്തത്. ഇനി അതിന് നമ്മളൊരു വൈറ്റ് ഫ്രെയിമും കൂടി കൊടുത്താൽ എൻ്റെ പടച്ചോന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് എന്റെ ഫസ്റ്റത്തെ ഗിഫ്റ്റ്. ഇതിൽ കാണുമ്പോൾ നമുക്ക് തല തിരിഞ്ഞ മാതിരി തോന്നും. അപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മളിതാ ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് പേപ്പർ ഗൈസ്. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഗിഫ്റ്റ് ഒക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാം. സോ ഇന്നൊരു ദിവസം മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ പാക്കിങ്ങും ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഗൈസ്, ഇതാ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഉപ്പാക്കുള്ള ഗിഫ്റ്റ് ആട്ടോ. ഞാൻ എല്ലാം മോസ്റ്റ്ലി ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്ത്. കാരണം എന്താ വെച്ചാൽ പോയി വാങ്ങി വരല് ഒരു റിസ്ക് ആണ്. അത് മാത്രമല്ല, പോയി വാങ്ങി വരുമ്പോൾ ഉമ്മാക്ക് എന്തായാലും ഡൗട്ട് അടിക്കും. അപ്പൊ ഉമ്മ കണ്ടുപിടിക്കും. ഉമ്മ കണ്ടുപിടിക്കാനേ പാടില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആയി തന്നെ ഇരിക്കണം. അപ്പൊ ഞാൻ ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്ത്. ഇതുണ്ടല്ലോ ഇപ്പച്ചക്കുള്ള ഗിഫ്റ്റ് ആണ്. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ എത്ര സമയം എടുത്തു എന്നറിയോ? ഇമ്മാക്കാവുമ്പോ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് വേഗം കണ്ടെടുക്കും. കാരണം ചെരുപ്പ്, വള, മാല, ചുരിദാറ്, നെയ്റ്റി, പിന്നെ എന്തെങ്കിലും ചട്ടി പാത്രം വാങ്ങിക്കൊടുത്താലും ഉമ്മ ഹാപ്പിയാണ്. ചെടിയാളോട് ഉമ്മാക്ക് കുറച്ച് ഇതുള്ളതുകൊണ്ട് അങ്ങനത്തെ റിലേറ്റഡ് വാങ്ങിക്കൊടുത്താലും ഉമ്മ ഹാപ്പിയാണ്. ഈ വീടൊക്കെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടിടക്കുന്നതുകൊണ്ട് ഹോം ഡെക്കോർസ് വാങ്ങിക്കൊടുത്താലും ഉമ്മ ഹാപ്പിയാണ്. അപ്പൊ കുറെ ചോയ്സ് നമുക്ക് ഏത് വേണേലും വാങ്ങിക്കൊടുക്കുക. ഏതാണെന്നുള്ളതാണ് എനിക്ക് അതിൽ കൺഫ്യൂഷൻ. പക്ഷെ ഇപ്പാക്ക് എന്ന് പറയുമ്പോ അങ്ങനെയല്ല കേട്ടോ. കാരണം ഇപ്പച്ചിക്ക് അങ്ങനെ കുറെ ഇതില്ല. ഞാൻ എത്ര നേരം ഇരുന്ന് ആലോചിച്ചു എന്നറിയോ? ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാല് വെള്ള ഷർട്ട്, വെള്ള മുണ്ട്, വെള്ളത്തൊപ്പിയാണ് ഉപ്പച്ചി ഇടുക. അപ്പൊ ഉപ്പച്ചി വാങ്ങണ ആ ഒരു സൈസ് കാര്യങ്ങള്, പിന്നെ ഉപ്പച്ചി വാങ്ങണ മെറ്റീരിയല്, പിന്നെ മോസ്റ്റ്ലി ഉപ്പച്ചി തയ്പ്പിക്കലാണ്. അതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ഡീറ്റെയിൽ ആയി അറിയാത്തതും കൊണ്ട് ആ പണിക്ക് പോയിട്ട് കാര്യമില്ല. കൊളാക്കുന്ന ഉറപ്പാണ്. പിന്നെ ചെരുപ്പും എനിക്ക് ഇപ്പാന്റെ സൈസും അറിയില്ല. പിന്നെ ഇപ്പച്ചിക്ക് 2-3 ചെരുപ്പ് ഉണ്ട് ഇപ്പം. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ കിടാനായിട്ട് നല്ല കിടലനായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അടുത്ത ആഴ്ച ഇപ്പച്ചി എല്ലാവർക്കും ചെരുപ്പ് വാങ്ങിയിട്ട് വരുന്നു പെരീക്ക്. അതും പോയി. പിന്നെ പെർഫ്യൂം ഉപ്പച്ചി അങ്ങനെ അത്രയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക. പെർഫ്യൂം അങ്ങനെ ഇതാക്കില്ല. അതന്നെ ഇപ്പച്ചിക്ക് കുറെ ആൾക്കാർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും കൊണ്ടു കൊടുത്താൽ വലിയ വില ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറേ കുത്തിരുന്ന് ആലോചിച്ചപ്പോ എന്താ വാങ്ങിക്കൊടുക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ കുറെ ഓപ്ഷൻ ഉണ്ട്, ആണുങ്ങൾക്ക് അത്ര ഓപ്ഷൻ ഇല്ല. അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിച്ച് വാങ്ങിയതാണ് ഈ ഒരു സാധനം. ഇത് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ബാഗാണ് ഗൈസ്. ഇപ്പച്ചി ഈ പള്ളിയിൽ പോണ സമയത്ത് ഡ്രസ്സ് ഇതേപോലത്തെ ഒരു ബാഗിലാണ് കൊണ്ടുപോവുക. അതിലിട്ടിട്ട് കൊണ്ടുപോകുമ്പോൾ അതേപോലെ ഇപ്പച്ചിന്റെ ബ്രഷ്, ചീർപ്പ്, അങ്ങനെ ചെറിയ കുട്ടി പൗഡർ, അങ്ങനെ ഉപ്പാന്റെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഇപ്പച്ചി ഈ ഒരു ബാഗിൽ ഇട്ടിട്ടാണ് എപ്പോഴേ വീട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. ഇതേപോലത്തെ ഒരു ബാഗാണത്. ആ ബാഗ് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ നോക്കുമ്പോണ്ട് അതിന്റെ മേൽഭാഗമൊക്കെ ജസ്റ്റ് ഇങ്ങനെ പിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അത് നാശമായി തുടങ്ങിയിരിക്കണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു സിറ്റുവേഷനിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ആദ്യത്തെ ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതുപോലുള്ള ഒരു പുതിയ ബാഗാണ്. അങ്ങനെ ഞാനിതാ തപ്പി അതുപോലുള്ള ഒരു ബാഗ് വാങ്ങിയിരിക്കുന്നു. പക്ഷെ പ്രശ്നം പറ്റിയത് എന്താണെന്നറിയോ? അതേ കളറാണ് ഞാനും വാങ്ങിയിരിക്കുന്നത്. അത് ഞാൻ പിന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ചെറിയൊരു വ്യത്യാസം കണ്ട് കളറിന്.
നല്ല ബാഗ്, അതേപോലത്തെ ബാഗ്. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടുണ്ടാക്കിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം സമയമെടുത്ത് അവരുടെ കഴിഞ്ഞ 25 വർഷത്തിലെ സുഖവും ദുഃഖവും സമ്പന്നതയും ദാരിദ്ര്യവും നല്ലതും ചീത്തതും കയറ്റവും ഇറക്കവുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഓർമ്മകളും പങ്കുവെച്ച അവരുടെ 25 വർഷത്തെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റോറി ബുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റും ഇത് തന്നെയായിരുന്നു. അടുത്ത ദിവസം ആയപ്പോഴേക്കും 3-4 ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇതാ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു വാച്ചാണ്. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യിൽ വളയോ ബ്രേസ്ലെറ്റോ വാച്ചൊക്കെ കെട്ടുന്നത്. അപ്പം ഞാൻ എന്തായാലും ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു വാച്ച് മേടിച്ചു. അങ്ങനെ ഗൈസ്, നമ്മളിതാ ഉമ്മാക്കുള്ള ഗിഫ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാച്ചാണ് നേരത്തെ ഞാൻ കാട്ടി തന്നത്. ഉമ്മാക്ക് വാച്ച് ഇഷ്ടമാണ് ഗൈസ്. ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ പോണ സമയത്ത് ഇങ്ങനെ വാച്ച് കിട്ടുമ്പോൾ ഉമ്മ പറയും വാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടിക്കുക, അല്ലെങ്കിൽ കയ്യിൽ കെട്ടാൻ ചെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടിക്കുക എന്നൊക്കെ പറയും. പിന്നെ എന്റെ കുഞ്ഞിക്കൈ ആയതുകൊണ്ട് എന്റെ വാച്ച് അതിനുള്ള സൈസിനെ ഇരിക്കും, അപ്പൊ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഉമ്മാന്റെ ഇഷ്ടത്തിനും ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ വാച്ച് വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പൊതിഞ്ഞു. അങ്ങനെ ഈക്വൽ ആയി. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പം ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാഗായിരുന്നു. ഉമ്മാക്കൊരു ഹാൻഡ് ബാഗ് വേണമെന്ന് കുറേ ആയിട്ട് എപ്പോഴും പറയലുണ്ട്. എൻ്റെ ബാഗാണ് കൊണ്ടുപോകാറുള്ളത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം. പക്ഷെ അത് ഭയങ്കര നീളമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ഞാൻ നല്ല പ്രിന്റഡ് ആയിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് മേടിച്ചു. ഇത് ഞാൻ ഉപ്പാക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പ ഈ കാറിലൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ജ്യൂസോ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നല്ലതാണല്ലോ. പിന്നെ ഇത് വന്നിട്ട് ഗ്ലാസ് മെറ്റീരിയൽ ആണ്, സ്ട്രോയും ഗ്ലാസ് ആണ്. ഇതും വാങ്ങി. ഉമ്മാക്ക് ഈ റിംഗ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞങ്ങളടുത്ത് വന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും. ഇനിയിപ്പോൾ ആരോടും ചോദിക്കൊന്നും വേണ്ട, ഇഷ്ടംപോലെ റിംഗ് ഞാൻ ഉമ്മാക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള കുഞ്ഞി ചെടി ചട്ടികൾ വാങ്ങിക്കൊടുത്തു. ചെടിയെന്ന് വെച്ചാൽ ഉമ്മാക്കൊരു പ്രാന്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ മുന്നേ ഒരിക്കൽ ഇതുപോലത്തെ ഒരു കാലിഗ്രഫി വർക്ക് ചെയ്തപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അന്ന് ഉമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു വീട്ടിൽ വെക്കാൻ ഇതുപോലെ ഒരു കാലിഗ്രഫി ഫ്രെയിം ചെയ്തു തരുമെന്ന്. ഞാൻ അത്ര മൈൻഡാക്കാത്ത മാതിരി നടന്നിട്ട് ഇന്ന് സർപ്രൈസ് ആയിട്ടങ്ങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡും കൂടി ഉണ്ടാക്കാം, വെഡ്ഡിംഗ് വിഷ് ഒക്കെ എഴുതിയിട്ടുള്ള. അതിനിടയിൽ ഞാൻ വെഡ്ഡിംഗ് വിഷ് ഒക്കെ പറയിപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. വിചാരിച്ചതിനേക്കാളും നേരത്തെ ഇപ്പച്ചി വന്ന് പോകും, വെഡ്ഡിംഗ് ആനിവേഴ്സറിൻ്റെ അന്നത്തേക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ അടുത്ത് നിന്ന് പാളിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതുപോലെ വെഡ്ഡിംഗ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഉണ്ടാക്കിയ അത്രയും സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ നല്ല ഗിഫ്റ്റ് പേപ്പറിൽ റോൾ ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തതൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ആലോചിച്ചിട്ടായിരുന്നു. അങ്ങനെ ഞാനിത് എല്ലാം കട്ടിന് അടിയിലോട്ട് എടുത്ത് വെച്ചു. വെറുതെ പോലും റൂമിലോട്ട് കയറി വന്നതൊന്നും ആരും കാണരുത് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ രാത്രി ഒരു 2 മണി നേരത്താണ് ഞാൻ ചിത്രം വരക്കാനായിട്ടിരിക്കുന്നത്. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒരു ചിത്രം വരച്ച് ഫ്രെയിം ചെയ്യണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ഞാൻ നല്ല വെടിപ്പായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പിന്നെ സിമ്പിളായിട്ടൊരു ഫ്രെയിം മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് അതൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ വേറെ ആരെങ്കിലും വാങ്ങി കൊടുക്കലാണ്. ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ പിറ്റേന്ന് ഇതാ കടയിൽ പോയി നമ്മൾ അല്ലറ ചില്ലറ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളൊക്കെ മേടിച്ചു. ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്നും പോലെ നെട്ടിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിതാ ഇതുപോലെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. എനിക്ക് റെഡ് വിരിപ്പ് കിട്ടില്ല, പക്ഷേ റെഡ് റോസാപ്പൊക്കെ വെച്ച് കുറച്ച് എന്താ പറയുക റെഡ് വൈറ്റ് കോമ്പോയിൽ കുറച്ച് റൊമാൻറ്റിക്സ് ആക്കാനാണ് നോക്കിയത്. എന്തുകൊണ്ടൊരു കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇത് തിരുമ്പാനുള്ള ഡ്രസ്സ് കൂട്ടിയിട്ടതല്ല കേട്ടോ, ഇതിൻ്റെ അടിയിലാണ് എൻ്റെ ഗിഫ്റ്റ് മൊത്തം ഉള്ളത്. ആദ്യം വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതുപോലെ വിചാരിക്കണം ഗിഫ്റ്റ് ഒന്നും ഇല്ലാന്ന്. പിന്നെ നമ്മൾ സർപ്രൈസ് ആയി കൊടുക്കണം. എന്തായാലും മൊത്തം സർപ്രൈസ് ആണ് ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ റെഡ് വൈറ്റ് കോമ്പോ തന്നെയാണ് നമ്മളെ കേക്കും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉണ്ടോ ഞാൻ പറഞ്ഞിട്ട് അടിയിൽ 2 ഹാർട്ടൊക്കെ ഞാൻ ഇടിപ്പിച്ചിട്ടുണ്ട്. ഒരു മരി തുടിപ്പില്ലാത്ത ഹാർട്ടായി പോയിക്കണമെന്ന് എനിക്കൊരു സംശയം. ഇപ്പാക്കും മാക്ക് അങ്ങനെ വലുതായിട്ട് ഓരോന്ന് ആഘോഷിക്കണമെന്ന് അത്ര ഇഷ്ടമല്ല. ഈ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ കുറെ ആഘോഷങ്ങളൊന്നും നോക്കില്ല താല്പര്യമല്ല. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞ അടുത്ത കൊല്ലം ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് ആയിരിക്കണം, ഞാൻ കല്യാണം കഴിച്ച് പോയാലോ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഫാമിലി മൂവ്മെന്റ്സ് അല്ലേ, എൻജോയ് ചെയ്യാൻ നമ്മൾ 5 ആളല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ അങ്ങനെ ഓരോന്ന് ചെയ്ത്. പിന്നെ ഓലിന്റെ കൂടെ നിന്നരിക അത്ര തന്നെ ഉള്ളൂ. അതിനിടയിൽ ഒരു കേക്ക് കട്ട് ചെയ്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടൈം അല്ലേ, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 25 വർഷത്തെ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിയിരുന്നു. അതിൽ 23 കൊല്ലം ഓല് ഭാര്യ ഭർത്താവല്ലായിരുന്നല്ലോ, ഉമ്മയും ഉപ്പിയായിരുന്നല്ലോ എൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയും ചെറുതായിട്ടൊന്ന് ഇമോഷണലായി, പിന്നെ കരച്ചിലായി, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ ആയി.
ആനന്ദകണ്ണീരാട്ടോ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കരഞ്ഞതല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ വണ്ടി എടുത്ത് ബത്തേരിയിലോട്ടേക്ക് വിട്ടു. വിൽട്ടണിൽ സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല തിരക്ക് ഉണ്ടാവേണ്ടതാണ്, ഇന്ന് അത്ര ഉണ്ട് തിരക്കില്ല, മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല ചൂടൻ ബ്രോസ്റ്റ്, ബട്ടർ നാനോ, കുബൂസ്, ഇതും കണ്ടു, നല്ല എന്താ പറയുക റൊമാൻറ്റിക് ആണ്, വെള്ള മയോണൈസും റെഡ് തക്കാളി സോസും. അങ്ങനെ അതൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഇപ്പാൻ്റെയും ഉമ്മാൻ്റെയും വെഡിങ് ആനിവേഴ്സറി ശരിക്കും അന്നല്ലായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ അന്നത്തേക്ക് ഉപ്പ ഇവിടെ ഉണ്ടാവില്ല, ഉപ്പാക്ക് പോകണം എന്ന് പറഞ്ഞു തിരിച്ച് ജോലിക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു, അന്നത്തേക്ക് ആഘോഷിക്കാൻ പറ്റൂല എന്ന് കരുതിയിട്ട് ഞങ്ങൾ 2 ദിവസം മുന്നെയാണ് ഒക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് അജുവിന് ഗിഫ്റ്റ് വാങ്ങാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ആരും കാണാതെ ഓൻ പോയിട്ട് എന്ത് ചെയ്തു, ഉമ്മാക്കൊരു ചുരിദാർ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ ഓൻ എന്ത് ചെയ്തു, ചുരിദാർ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതൊരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് ജസ്റ്റ് കൊടുക്കണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് തന്നതായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ചുരിദാർ, നല്ല രസമുള്ളൊരു ചുരിദാറായിരുന്നു. ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഉമ്മാക്ക് കൊടുത്തു. ഉമ്മയായിരുന്നു ഇന്ന് ഭയങ്കരമായിട്ട് ഇമോഷണലി എന്താ പറയുക ഭയങ്കര സങ്കടമായി പോയത്. കാരണം ഉമ്മാക്ക് എന്താ പറയുക ഒന്നും പറയാനില്ലായിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളൊക്കെ ആയി അധ്വാനിച്ച് സ്വന്തം പൈസയൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാൻ മാത്രം വളർന്നല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു ഉമ്മാൻ്റെ സങ്കടം. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ രസകരമായിട്ട് ഞങ്ങളുടെ ഫാമിലി മൂമെൻറ്റ്സ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റി. ഏതായാലും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും 25th ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ.